ഞാൻ ഇത്രകാലം വിചാരിച്ച ഐഫോണിന് വെല്ലാൻ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ ഇല്ലാന്ന്. പക്ഷെ മക്കളെ, മാർക്കറ്റിൽ പുതിയ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഒന്നൊന്നര സാധനം. ഇതാണ് സാധനം, വിവോ X300 Ultra. ഈ കോളാമ്പി ലെൻസിലും കണ്ടെങ്കിൽ ഇതേ നീൻ്റെ അപ്പുറം വരുന്നതെന്ന് വിചാരിക്കണ്ടേ. അപ്പോൾ ഫോൺ എങ്ങനെയാണ് വിളിക്കാന്നെല്ലാം ചോദിക്കും ചില ആൾക്കാർ. ഇത് സെപ്പറേറ്റ് കിറ്റാണ്. ഇതെല്ലാം ഇതിൽ എയർ ഡ്രോപ്പ് ചെയ്യാൻ, ഐഫോണിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യാം. ഐഫോൺ എന്ന് വേണമെങ്കിൽ ഇതിലേക്കും എയർ ഡ്രോപ്പ് ചെയ്യാം. ആൻഡ്രോയിഡ് ഒരുപാട് ഫോൺ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ബെസ്റ്റ് ക്യാമറ ഫോൺ എല്ലാം മറ്റ് പാൽച്ചായ ഫോട്ടോ എടുത്താൽ കട്ടൻ ചായ ഫോട്ടോ എടുത്താൽ പാൽച്ചായ ആയി മാറും. അമ്മാതിരി സ്കിൻ ടോണും കളർ ടോണെല്ലാം ഉണ്ടായ. പക്ഷെ ഇത് കിടിലം കളർ ടോൺ, ഒരു രക്ഷയില്ല. ഈ ക്യാമറേൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൽ നിന്ന് എടുത്തൊരു വീഡിയോ കാണാം, എന്നിട്ട് ഇങ്ങനെ തന്നെ പറയാം എങ്ങനെയുണ്ട്. $50 മെഗാ പിക്സല് അൾട്രാ വൈഡ് ലെൻസ്, 50 മെഗാ പിക്സല് പ്രൈമറി ലെൻസ്, 200 മെഗാ പിക്സല് സൂം ലെൻസ്, പോർട്രേറ്റ് ലെൻസ്, പിന്നെ ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സൽ. ദൈസ് ആയിട്ടുള്ള കൊലാബറേഷനിലുള്ളതാണ് ഈ 400mm കിറ്റ് വരുന്ന ഈ ലെൻസ്. പിന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. മൊത്തത്തിലൊരു അടിപൊളി നല്ല സ്റ്റെബിലിറ്റി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഒരു ആൻഡ്രോയിഡ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, നമ്മൾ ഐഫോണുമാതിരി സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ലോഗ് ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ഈ ആപ്പിൾ കാണിക്കുന്ന പോലെ നിങ്ങളൊരു സാൻഡ് ഡിസ്ക് കുത്തു എന്നിട്ട് ലോഗ് എടുക്കൂ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് ഓണാക്കി അപ്പോഴും ലോഗ് എടുക്കുക. ഇനി കിറ്റെല്ലടക്കം മൊത്തത്തിൽ വരാണ് എനിക്കൊന്ന് 3-3 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് നാട്ടിലത്തെ. പിന്നെ കറക്റ്റ് റേറ്റ് അറിയില്ല. ഫോണ് മാത്രമാണ് എനിക്കൊന്ന് 6000 ദിർഹംസ്, നാട്ടിലത്തെ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ. ഐഫോണിൻ്റെ റേറ്റ് തന്നെ. ഈ ഫോൺ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ബെസ്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് പൊളി സാധനമാണ്. എന്തായാലും വേർത്ത് ദ മണി തന്നെ പറയാം, ഒരു രക്ഷയില്ല. ഞാനൊരു ഐഫോൺ ലവർ തന്നെയാണ്. പക്ഷേ ഇതിലെ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ കിളിവാറി. ഇത് ആക്ച്വലി എൻ്റെ അല്ല, ഇത് ഷസാമിൻ്റെ ആണ്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് അരന്നിട്ട് ഒന്ന് വാങ്ങിയതാണ് ഒരു വീഡിയോ എടുക്കേണ്ടിട്ട്. അത്രയേ ഉള്ളൂ. എന്നാലും അപ്പോൾ ശരിയെന്നാ.